ഇതൊരു അടിപൊളി കൊഞ്ച് കറിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. നമ്മളൊരു ചട്ടി വെച്ചു. ചട്ടി ചൂടായി കഴിയുമ്പം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കണം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇടണം. അതിനുശേഷം അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കൂടെ ഇടണം. എന്നിട്ട് ഇത് രണ്ടും നന്നായിട്ട് പൊട്ടി വരണം. അങ്ങനെ കടുക് ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, ചെറിയ ഉള്ളി ഇതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതെല്ലാം അതിലേക്കിടാം. ഒരു 6 പച്ചമുളക്, ഒരു 10 ചുവന്നുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഒരു 5-6 വെളുത്തുള്ളി, ഇതൊക്കെയാണ് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇതെല്ലാം നമുക്ക് ഒന്നിച്ച് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പും ചേർക്കാം. എന്നു വെച്ചാൽ പെട്ടെന്ന് അത് മൂത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതെല്ലാം വഴന്നു വരുമ്പോൾ നമുക്കതിലേക്ക് ഇടാനായിട്ട് ഒരു പച്ച മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, 2 വലിയ തക്കാളിയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ തക്കാളിയും മാങ്ങയും എല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അങ്ങനെ നന്നായിട്ട് വഴന്നു വരുന്ന സമയത്ത് 1/2 കിലോ കൊഞ്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡിവൈനൊക്കെ ചെയ്ത് എടുത്തേക്കുന്നതാണ്. ഈ കൊഞ്ച് നമുക്ക് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് അതും നമുക്കെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആ സമയത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിനുള്ള അരപ്പും തയ്യാറാക്കാം. അങ്ങനെ വേണ്ട കൊഞ്ച് റെഡിയാക്കി വെച്ച കൊഞ്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് ഈ കൊഞ്ചും ഈ മാങ്ങയും ഈ തക്കാളിയും ഇതെല്ലാം അതിനകത്ത് കിടന്ന്, നമുക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, അതിനകത്ത് കിടന്ന് തന്നെ ഇത് നന്നായിട്ടൊന്ന് വേകുന്ന സമയം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ നിന്ന് ഫ്ലെയിം ചുരുക്കിയിടണം. ആ സമയത്ത് നമുക്ക് അരപ്പുണ്ടാക്കിയെടുക്കാം. അരപ്പുണ്ടാക്കാൻ വേണ്ടി നമ്മളൊരു അരമുറി തേങ്ങ, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി ഇതെല്ലാം മിക്സിയിലിട്ട് നമ്മൾ നല്ല ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ഇതുപോലെ അരച്ചെടുക്കണേ. ഈ അരപ്പിൽ നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമ്മളിത് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് വേവിക്കണം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ തുറന്ന് നോക്കുമ്പം നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെട്ടിത്തിളച്ച് ചാറൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം. ഇനി നമ്മളൊരു ചെറിയ സ്പൂണെടുത്ത് നന്നായിട്ട് ഇതൊന്നിങ്ങനെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അരപ്പെല്ലാം നന്നായിട്ട് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണേ. ഈ സമയത്ത് ഉപ്പ് നോക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉപ്പ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം. ഞാനിട്ട ഉപ്പ് കറക്റ്റ് ആയിരുന്നുകൊണ്ട് പിന്നീട് ഉപ്പിട്ടിട്ടില്ല. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലാസ്റ്റത്തെ ഒരൊറ്റ സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണ എടുക്കണം. കുറച്ച് വെളിച്ചെണ്ണ കറിയുടെ മേളിൽ കൂടി ഇതുപോലെ ഒന്ന് തൂവി കൊടുക്കണം. ഇനി നമുക്കതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ അടിപൊളി കൊഞ്ച് കറി റെഡിയായിട്ട് കിട്ടും. ചോറിൻ്റെ കൂടെ ഈ കറി കൂട്ടാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം.